വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു പുതിയൊരു ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് അവിടെ ഉണ്ടാക്കുന്നത് പയർ മത്തങ്ങ എരിശ്ശേരി. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് പയർ. ഈ പയർ ഞാൻ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇതൊരു 300 ഗ്രാംസ് ഉണ്ടാവും. പിന്നെ മത്തങ്ങ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ളത്, 1/4 കപ്പ് നാളികേരം, കറിവേപ്പില, ഉണക്കമുളക്, ഒരു 1/2 കപ്പ് നാളികേരം, അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വെളിച്ചെണ്ണ, കടുക്, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 2 കഷ്ണം ശർക്കര. മത്തങ്ങ മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് ചേർക്കാറുണ്ട് എപ്പോഴും. പിന്നെ ആവശ്യത്തിന് വെള്ളം. നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം. പയറിലേക്ക് ആവശ്യത്തിന് വെള്ളം. ഞാൻ ഇവിടെ 1 കപ്പോളം എടുത്തിട്ടുണ്ട് വെള്ളം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 വിസലിന് ഇത് കുക്ക് ചെയ്ത് വെക്കാം. പയർ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഫൈൻ പേസ്റ്റ് ആക്കരുത്. അത് നമ്മൾ പുളിശ്ശേരിക്കൊക്കെ അരക്കില്ലേ, അതുപോലെ ആക്കരുത്. എന്നാൽ കുറച്ച് തരിതരിന്ന് ആവണം. ഇതുപോലെ ആവണം കേട്ടോ. പയർ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മത്തങ്ങ ഇട്ടിട്ട് വേവിക്കാം. വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം കേട്ടോ. മത്തങ്ങ 2 വിസിലിൽ കുക്ക് ചെയ്തു കേട്ടോ. ഇനി അത് നല്ലോണം ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലുള്ള വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കാം. അതിനുവേണ്ടി ഒന്നുകൂടി തിളപ്പിക്കാം കേട്ടോ. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം അത്യാവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കാം. അതുപോലെ ശർക്കര മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് 1 കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2 പീസ് ഇട്ടിട്ടുള്ളൂ. മത്തനിൽ മധുരം ഉണ്ടെങ്കിൽ പിന്നെ ശർക്കര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് വേറെ പാനിൽ കടുക് പൊട്ടിക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു 1/4 കപ്പ് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ലോണം വറക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തുകൊണ്ടിരിക്കണം. നാളികേരം നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്കറിലുള്ള പയറും മത്തങ്ങയും വേവിച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യാറ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളുടെ പയർ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.